ഒരു സംശയം വേണ്ട, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സൂചനയായിട്ട് അവിടെ പ്രതിപാദിച്ചതാണെങ്കിൽ നമ്മളിങ്ങനെ കാണാം. പണ്ട് നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ ഉള്ള സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സാന്യോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ടോർച്ച് ഉണ്ടായിരുന്നു. സാന്യോ ചുവന്ന കളറാണ്, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പ്ലഗിൽ കുത്തുമായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു റോയൽ മിറാഷിന്റെ സ്പ്രേയും സാന്യോന്റെ ഒരു ടോർച്ചും കൊണ്ടുവരാം. ഈ ടോർച്ച് എടുത്തിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ പോകും. ഒരു വലിയ സ്കൂൾ ബാഗിന്റെ ഒരു ചെറിയ കറുത്തൊരു കയറും ഉണ്ടാവും, അതിങ്ങനെ തൂക്കിയിട്ടാ പോവാ അല്ലെ. ഈ തൂക്കിയിട്ട് പോകുന്ന സമയത്ത് ആളുകൾ പറയും, ഓ കരണ്ട് കുപ്പിയിലാക്കിയിട്ട് നടക്കുന്ന ആള്, കരണ്ട് കുപ്പിയിലാക്കിയിട്ട് നടക്കുന്ന ആള് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയുണ്ട്, കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ഫോൺ 40 വർഷത്തിനകം വരും. അന്നൊക്കെ ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഇതെന്തായി പറയുന്നത്, കൈ കൊണ്ടെടുക്കാവുന്ന ഫോണോ? അന്ന് നമ്മുടെ നാട്ടിൽ ചിലപ്പോ ഒരു ഗ്രാമത്തിൽ ഒരു ലാൻഡ് ഫോണാണ് ഉണ്ടാവുക. 4 മണിക്ക് ഉപ്പ ഗൾഫിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ അച്ഛൻ പുറത്തുനിന്ന് വിളിക്കുന്നു പറയുമ്പോ കുടുംബം ഒന്നാകെ ആ വീട്ടിലേക്ക് ഒരു ജാഥയായിട്ട് അങ്ങ് പോകും. അപ്പുറത്തുനിന്ന് ഫോൺ റിങ് ചെയ്യുമ്പോ ഇവിടെ ഉമ്മയോ ഭാര്യയോ അമ്മയോ ആയിരിക്കുന്ന ആള് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോ കോന്തലക്കൽ പിടിച്ച് തൂങ്ങുന്ന ഞാനും നിങ്ങളും അപ്പുറത്തിരിക്കുന്ന ഉപ്പയുടെ അച്ഛന്റെ ശബ്ദം ഹൃദയം കൊണ്ട് കേട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ മാതാക്കൾ എന്താണ് വായ കൊണ്ട് പറയുന്നത്, അതിനെന്താണ് ഹൃദയം കൊണ്ട് നമ്മുടെ പിതാക്കൾ ഉത്തരം കൊടുക്കുന്നത് എന്ന് ഹൃദയം കൊണ്ട് നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമ്മുടെയൊക്കെ വീടകങ്ങളിൽ ഗൾഫിൽ നിന്ന് വിളിച്ചാല് അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എന്തല്ല സുകന്യ, ആ സുകന്യ പെർക്കാരുള്ള വേറെ ഞാൻ കൊടുക്കേ, അപ്പുറത്ത് കൊടുത്തു. ഒരു വീഡിയോ തന്നെ ഉണ്ടായിരുന്നില്ലേ, 10-15 ആൾക്കാരടുത്ത് റാൻഡം ആയിട്ട് മൊബൈൽ ഇങ്ങനെ കറങ്ങി അവസാനം ആരുമില്ലാത്ത ഉത്തരവാദിയല്ലാത്ത മൊബൈൽ ഇങ്ങനെ കിടക്കയിൽ കിടക്കുക. എല്ലാവർക്കും മൊബൈലാണ്, പക്ഷെ ബന്ധങ്ങൾക്ക് സമയമില്ലാത്തൊരവസ്ഥ. ഈ 4ാമത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഇതിന്റെ അതിപ്രസരത്തിലേക്ക് അങ്ങ് മുങ്ങിപ്പോകാൻ പാടില്ല. ഇതൊക്കെ ഉപയോഗിക്കണം, ഇതൊന്നും ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. പക്ഷേ ഇത് മാത്രമാണെങ്കിൽ എൻ്റെ കണ്ണൊന്നും ഇപ്പൊ കണ്ണടയില്ലാതെ മുന്നോട്ട് പോകില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ പറയുന്ന എല്ലാ ഉപകരണങ്ങളും ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങളാണ്. ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങളാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ശേഷിയും ശക്തിയും ഇല്ലാതായി പോകും.